ഹായ് വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. ഈ വീഡിയോ കാണുന്നവർ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ബേസ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകളുണ്ടായിരിക്കും. സോ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ കുറച്ച് മീനിങ്ങുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ കുറച്ച് മീനിങ്ങുകളാണ്, സിമ്പിളായിട്ടുള്ള കുറച്ച് മീനിങ്ങാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ മീനിങ്ങും പിന്നെ കുറച്ച് കളേഴ്സുമാണ്. തുടങ്ങാം. ആദ്യം ക്യാ. ക്യായുടെ മീനിങ് എന്താണ്? എന്ത്. എന്ത് എന്നതാണ് ക്യായുടെ മീനിങ്. എന്ത് എന്ന് നമുക്ക് ഹിന്ദിയിൽ ചോദിക്കണമെങ്കിൽ ക്യാ എന്ന് പറയാം. നെക്സ്റ്റ്, എവിടെ. കഹാം. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. അടുത്തത് കബ്. കബിൻ്റെ മീനിങ് എന്താണ് അറിയാമോ? എപ്പോൾ, വെൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് ക്യായാണ്, എന്ത് അല്ലെങ്കിൽ വാട്ട്. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, വെയർ. കബ് എപ്പോൾ, വെൻ. നെക്സ്റ്റ്, കിത്തന. എത്ര. ഹൗ മെനി. ഇംഗ്ലീഷിലെ ഹൗ മെനി നമ്മൾ എത്ര എന്ന് ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കിത്തന. അടുത്തത് കൈസെ. കൈസയുടെ മീനിങ് എങ്ങനെ, ഹൗ. ഒന്നുകൂടി നോക്കൂ. ആദ്യത്തേത് ക്യാ, എന്ത്. രണ്ടാമത്തേത് കഹാം, എവിടെ. കബ് എപ്പോൾ. കിത്തന എത്ര. കൈസെ എങ്ങനെ. അടുത്തത് കോൺ. കോണിൻ്റെ മീനിങ് ഹൂ എന്നതാണ്. അതായത് ആര്, ഹൂ ആർ യു എന്നൊക്കെ ചോദിക്കത്തില്ലേ, അതിൻ്റെ ആര്, ആരാണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് കോൺ. കോണിൻ്റെ കൂടെ ഒരു സാ കൂടി ചേർത്ത് കഴിഞ്ഞാൽ, അതായത് കോൺ സാ എന്നായി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഏത് എന്നാണ്. അതായത് കോൺ ഹൂ, കോൺ സ വിച്ച്. കോൺ എന്ന് പറഞ്ഞാൽ ആര്, കോൺ സ ആണെങ്കിൽ ഏത്. അടുത്തത് കിസെ. കോണുമായിട്ട് ബന്ധപ്പെട്ട മീനിങ് തന്നെയാണ് കിസെ. കിസയുടെ മീനിങ് ഹൂം എന്നാണ്. അതായത് ആരെ. കിസെ എന്നാൽ എന്താണ്? ആരെ. ഇതേപോലെ തന്നെയാണ് അടുത്ത മീനിങ് കിസ്ക, ആരുടെ. ഇപ്പം കിസെ ആരെ, ഹൂം. കിസ്ക ആരുടെ, ഹൂസ്. വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. കോൺ ഹൂ, ആര്. കോൺസ ഏത്, വിച്ച്. കിസെ ഹൂം, ആരെ. കിസ്ക ഹൂസ്, ആരുടെ. നെക്സ്റ്റ് ക്യോമാണ്. എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ വൈ ഇല്ലേ, ഇംഗ്ലീഷിലെ വൈ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ക്യോം. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. ക്യോം പഠിക്കുമ്പോൾ വേറൊരു വാക്കൂടെ അതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക. അത് ക്വസ്റ്റ്യൻ വേർഡ് അല്ല. ഇംഗ്ലീഷിൽ നമ്മൾ ബിക്കോസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ക്യോം കി. ക്യോം കിയുടെ മീനിങ് എന്താണ്? എന്തുകൊണ്ടെന്നാൽ, ബിക്കോസ്, എന്തിനെങ്കിലും കാരണങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ക്യോം കി. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചത് ഒന്നുകൂടി നോക്കുക. ക്യാ എന്ത്. കഹാം എവിടെ. കബ് എപ്പോൾ. കിത്തന എത്ര. കൈസെ എങ്ങനെ. കോൺ ഹൂ, കോൺസ ഏത്. കിസെ ആരെ. കിസ്ക ആരുടെ. ക്യോം എന്തുകൊണ്ട്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ. ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് പഠിക്കാം. പ്രധാനപ്പെട്ട ചില നിറങ്ങളുടെ ഹിന്ദി മീനിങ്ങുകളാണ് പറയാൻ പോകുന്നത്. ആദ്യം വൈറ്റ്. സഫേദ്. സഫേദ് വൈറ്റ്, വെള്ള. കറുപ്പ് കാല. ബ്ലാക്ക്, കറുപ്പ്, കാല. സഫേദ്, വെള്ള, കാല, കറുപ്പ്. ഇനി അടുത്തത് നീല. നീല വളരെ എളുപ്പമാണ്, കേൾക്കുമ്പോഴേ നമുക്കറിയാം ബ്ലൂ ആണെന്ന്. നെക്സ്റ്റ് ലാൽ, റെഡ്. ചുവന്ന ഷർട്ട് ഇട്ട മോഹൻലാലിനെ ഓർത്താൽ മതി, ലാൽ റെഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അടുത്തത് ഹര, ഗ്രീൻ, പച്ച. പീല, യെല്ലോ, മഞ്ഞ. ബൈങ്കനി, വയലറ്റ്. ഒന്നുകൂടെ നോക്കിയേ. സഫേദ് വൈറ്റ്, കാല കറുപ്പ്, നീല നീല, ലാൽ ചുവപ്പ്, ഹര പച്ച, പീല മഞ്ഞ, ബൈങ്കനി വയലറ്റ്. അടുത്ത കളേഴ്സാണ് ഭൂര. ഭൂര എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ്, ബ്രൗൺ. ഗുലാബി, പിങ്ക്, നാരങ്ങി, ഓറഞ്ച്. അപ്പോൾ ഇത്രയും കളറുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നുകൂടി നോക്കുക. സഫേദ് വെള്ള, കാല കറുപ്പ്, നീല നീല, ലാൽ ചുവപ്പ്, ഹര പച്ച, പീല മഞ്ഞ, ബൈങ്കനി വയലറ്റ്, ഭൂര ബ്രൗൺ, ഗുലാബി പിങ്ക്, നാരങ്ങി ഓറഞ്ച്. ഇത്രയും നിറങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ മീനിങ്ങും ഇപ്പോൾ പഠിച്ച നിറങ്ങളുടെ മീനിങ്ങും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഒന്നുകൂടി പറയുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ
ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങും. വീഡിയോ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ.